പശ്ചിമേഷ്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും ഉദ്വേഗഭരിതമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇറാൻ കടന്നുപോകുന്നത്. മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ വധത്തിന് പിന്നാലെ രാജ്യം ആര് നയിക്കുമെന്ന ചോദ്യത്തിന് മുജ്തബ ഖമേനി എന്ന ഉത്തരം ലഭിച്ചെങ്കിലും അദ്ദേഹത്തെ സംബന്ധിച്ച ദുരൂഹതകൾ അവസാനിക്കുന്നില്ല. മുജ്തബ ഖമേനിക്ക് ഗുരുതരമായി പരിക്കേറ്റെന്നും അദ്ദേഹം നിലവിൽ റഷ്യയിൽ അതീവ രഹസ്യമായി ചികിത്സയിലാണെന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അത് ഇറാന്റെ മാത്രമല്ല, ലോകത്തിന്റെ തന്നെ രാഷ്ട്രീയ സമവാക്യങ്ങളെ ബാധിക്കുന്ന ഒന്നായി മാറുകയാണ്. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തിയ അതിശക്തമായ ഒരു വ്യോമ ആക്രമണത്തിലാണ് മുജ്തബയ്ക്ക് പരിക്കേറ്റതെന്നാണ് സൂചന. ഈ ആക്രമണം വെറും ഒരു സൈനിക നീക്കമായിരുന്നില്ല, മറിച്ച് ഇറാന്റെ പരമോന്നത നേതൃത്വത്തെ പാടെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ ഉള്ളതായിരുന്നു. മുൻ നേതാവ് അലി ഖമേനി കൊല്ലപ്പെട്ട അതേ സാഹചര്യത്തിൽ തന്നെ മുജ്തബയ്ക്കും പരിക്കേൽക്കുകയായിരുന്നു. ഈ ആക്രമണത്തിൽ മുജ്തബയുടെ ഭാര്യയും മകനും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. തന്റെ കുടുംബത്തെ നഷ്ടപ്പെട്ടതിനൊപ്പം ശാരീരികമായി അതീവ ഗുരുതരമായ പരിക്കുകളും അദ്ദേഹം ഏറ്റുവാങ്ങേണ്ടി വന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുജ്തബ കൊല്ലപ്പെട്ടുവെന്ന് നേരത്തെ പ്രസ്താവന നടത്തിയിരുന്നുവെങ്കിലും രഹസ്യാന്വേഷണ ഏജൻസികൾ ഇപ്പോൾ നൽകുന്ന വിവരം അദ്ദേഹം ജീവനോടെ ഉണ്ടെന്നാണ്. എന്നാൽ ആ ജീവിതം വെന്റിലേറ്ററുകളുടെയോ അത്യാധുനിക മെഡിക്കൽ സംവിധാനങ്ങളുടെയോ സഹായത്തോടെയാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഇറാൻ നേരിടുന്ന ഈ സങ്കീർണ ഘട്ടത്തിൽ അവരുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ റഷ്യയാണ് സഹായഹസ്തവുമായി എത്തിയത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നേരിട്ട് നൽകിയ വാഗ്ദാനത്തെ തുടർന്നാണ് മുജ്തബയെ ഇറാനിൽ നിന്നും മാറ്റാൻ തീരുമാനിച്ചത്. ഇറാന്റെ മണ്ണിൽ ഇസ്രയേലിന്റെ ചാരക്കണ്ണുകൾ എപ്പോഴും പതിഞ്ഞിരിക്കുകയാണെന്നതിനാൽ അവിടെയുള്ള ചികിത്സ സുരക്ഷിതമാകില്ലെന്ന വിലയിരുത്തലാണ് മോസ്കോയിലേക്ക് അദ്ദേഹത്തെ മാറ്റിയത്. അതീവ രഹസ്യമായ ഒരു സൈനിക വിമാനത്തിലാണ് മുജ്തബയെ റഷ്യയിൽ എത്തിച്ചതും. ഈ യാത്രയെക്കുറിച്ച് റഷ്യൻ നയതന്ത്ര വക്താവ് ദിമിത്രി പെസ്കോവിനോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പ്രതികരിക്കാൻ വിസമ്മതിച്ചു. നയതന്ത്ര തലത്തിലുള്ള ഈ മൗനം പലപ്പോഴും ശരിവെക്കുന്നത് പുകമറയ്ക്കുള്ളിൽ വലിയ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നാണ്. ലോകത്തെ മികച്ച മെഡിക്കൽ സൗകര്യങ്ങളുള്ള റഷ്യയിൽ അതീവ സുരക്ഷാ ക്ലിനിക്കുകളിൽ ഒന്നിലാണ് അദ്ദേഹം ഇപ്പോഴുള്ളതെന്നാണ് കരുതപ്പെടുന്നത്. മുജ്തബ ഖമേനി അധികാരം ഏറ്റെടുത്തുവെങ്കിലും ഇതുവരെ അദ്ദേഹത്തിന്റെ ഒരു ചിത്രം പോലും പുറത്തു വരാത്തത് വലിയ സംശയങ്ങൾക്കും ഇട നൽകുന്നുണ്ട്. നിലവിൽ ഇറാന്റെ ഭരണവും മുജ്തബയുടെ പേരിലുള്ള സന്ദേശങ്ങളും പൂർണ്ണമായും IRGC നിയന്ത്രണത്തിലാണുള്ളത്. പുറം ലോകത്തേക്ക് എത്തുന്ന അദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾ IRGC ഉദ്യോഗസ്ഥർ വഴിയാണ് കൈമാറുന്നത്. ഇത് രണ്ട് കാര്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മുജ്തബയ്ക്ക് നേരിട്ട് സംസാരിക്കാനോ ജനങ്ങളെ അഭിമുഖീകരിക്കാനോ കഴിയാത്ത വിധം ആരോഗ്യസ്ഥിതി മോശമാണ്. ഇറാന്റെ ഭരണകൂടത്തിൽ സൈന്യത്തിന്റെ പിടിമുറുക്കം മുമ്പത്തേക്കാൾ ശക്തമായിരിക്കുന്നു. പരമോന്നത നേതാവിനെ ഒരു നിഴലായി നിർത്തിക്കൊണ്ട് സൈന്യം രാജ്യം ഭരിക്കുകയാണോ എന്ന സംശയം അന്താരാഷ്ട്ര നിരീക്ഷകർ ഉയർത്തുന്നുണ്ട്. മുജ്തബ ഖമേനിയുടെ പരിക്കും റഷ്യയിലെ ചികിത്സയും പശ്ചിമേഷ്യയിൽ വലിയ ചലനങ്ങളും സൃഷ്ടിക്കും. മുജ്തബ കൊല്ലപ്പെട്ടിട്ടില്ലെന്ന വിവരം ഇസ്രയേലിനെ കൂടുതൽ ആക്രമണങ്ങൾക്കായി പ്രേരിപ്പിച്ചേക്കാം. അദ്ദേഹത്തിന്റെ കൃത്യമായ സ്ഥാനം കണ്ടെത്തുക എന്നത് അവരുടെ പ്രധാന ലക്ഷ്യമായി മാറും. ഇറാന്റെ നേതാവിന് റഷ്യ അഭയം നൽകുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക തന്ത്രപരമായ ബന്ധം എത്രത്തോളം ആഴത്തിലുള്ളതാണെന്നും വ്യക്തമാക്കുന്നു. ഇത് അമേരിക്കയ്ക്ക് വലിയ തലവേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. നേതൃത്വത്തിലെ ഈ അനിശ്ചിതത്വം ഇറാന്റെ ആഭ്യന്തര സുരക്ഷയും ബാധിച്ചേക്കാം. ജനങ്ങൾക്കിടയിൽ ഭീതിയും അവിശ്വാസവും വളരാൻ ഇത് കാരണമാകും. അയത്തുള്ള അലി ഖമേനി എന്ന കരുത്തനായ നേതാവിന് ശേഷം മുജ്തബ ആ സ്ഥാനം അലങ്കരിക്കുമെന്ന് രാജ്യം കരുതിയെങ്കിലും വിധിയുടെ ക്രൂരമായ കളിയിൽ അദ്ദേഹം നിശബ്ദനാക്കപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് സാധ്യമാകുമോ അതോ പുതിയൊരു നേതാവിനെ കണ്ടെത്തേണ്ടി വരുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇറാന്റെ ഭാവി. നിലവിലെ പശ്ചിമേഷ്യൻ സാഹചര്യത്തിൽ ഒരു ദുർബലനായ നേതാവോ അല്ലെങ്കിൽ സൈന്യത്തിന്റെ മാത്രം നിയന്ത്രണത്തിലുള്ള ഭരണകൂടമോ ഇറാന് ഗുണകരമാകില്ല. മുജ്തബയുടെ അഭാവം ഇറാന്റെ വിദേശ നയങ്ങളെയും പ്രതിരോധ തന്ത്രങ്ങളെയും കാര്യമായി ബാധിക്കും. ഹിസ്ബുള്ള, ഹമാസ് തുടങ്ങിയ സംഘടനകൾക്ക് ഇറാൻ നൽകി വരുന്ന പിന്തുണയുടെ ഏകോപനത്തിൽ മാറ്റങ്ങൾ വരാം. മൊഹ്സെൻ റസായിയെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ സൈനിക ഉപദേഷ്ടാക്കളായി വലിയ ചുമതലകൾ നൽകുന്നതും ഈ സാഹചര്യത്തിൽ ശ്രദ്ധേയമാണ്. ഇറാനിലെ അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന ഈ വാർത്തകൾ പശ്ചിമേഷ്യയെ കൂടുതൽ അശാന്തമാക്കുകയാണ്. മുജ്തബ ഖമേനി റഷ്യയിൽ സുഖം പ്രാപിച്ചു വരുമോ അതോ മോസ്കോയിലെ ആ രഹസ്യ ചികിത്സാ കേന്ദ്രം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ അവസാനമാകുമോ എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. അതുവരെ IRGCയുടെ നിഴലിൽ നിൽക്കുന്ന ഒരു ഭരണകൂടത്തെയാകും ലോകത്തിന് കാണാൻ സാധിക്കുക. പശ്ചിമേഷ്യയുടെ ഭാവിയും ഇറാന്റെ നിലനിൽപ്പും മുജ്തബയുടെ ആരോഗ്യസ്ഥിതിയുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നു.